ഇന്ന് പുലർച്ചെയാണ് ഈ ടാങ്ക് ഒരു സ്ഥിതിവിശേഷം കണ്ടത്. ഇപ്പോൾ മനസ്സിലാക്കിയത് അതിൻ്റെ അടി താഴേക്ക് ഇരിക്കുകയായിരുന്നുവെന്നും ഒരു പാളി തകർന്ന് വെള്ളം മുഴുവൻ താഴേക്ക് വരികയും ചെയ്തൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ആ നിലയിൽ ഏതാണ്ട് 1,35,00,000 കപ്പാസിറ്റി കമ്പാർട്ട്മെൻറ്റ് 1ഉം 2ഉമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ സംഭവം നടക്കുമ്പം 1.15 ഇതിനകത്തുണ്ടായിരുന്ന വാട്ടർ കപ്പാസിറ്റി. അപ്പോൾ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള വിതരണത്തിന് അഫക്റ്റ് ചെയ്യപ്പെടും. അത് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ഭാഗമായി തന്നെ കുറേ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും കുറേ നാശനഷ്ടങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അന്വേഷിക്കാനായിട്ടും അതുമൂലം വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും, നിലനിൽക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇനി എങ്ങനെയാണ് ഈ ജലവിതരണം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആലോചന ഇമ്മീഡിയറ്റായിട്ട് നടത്തേണ്ടതുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് രാജീവ് മിനിസ്റ്ററിനോടുള്ള സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ നോക്കി കളക്ടറുടെ സാന്നിധ്യത്തിലും MLA-മാരോടൊപ്പവും ശ്രീ വിനോദ് കുമാറും കൂടി ഉണ്ട്. ഞങ്ങൾ അടിയന്തരമായി ടൂറിസം ഗസ്റ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവർ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഉൾപ്പെടെയുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കും. പെട്ടെന്ന് ചെയ്യാവുന്ന ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനമെടുക്കും. അപ്പം ഇപ്പം വരുന്ന ആലുവ പ്ലാന്റിൽ നിന്നാണ് ഇതിനകത്തേക്ക് വെള്ളം വരുന്നത്. ഏതാണ്ട് 1200 mm വരുന്ന പൈപ്പിൽ കൂടെ വന്ന് 700 mm വ്യാസമുള്ള പൈപ്പിൽ കൂടിയാണ് 2 കമ്പാർട്ട്മെൻറ്റിലേക്കും വെള്ളം വന്നുകൊണ്ടിരുന്നത്. അതിലൊന്നിപ്പം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. ബാക്കി വരുന്ന വെള്ളമാണ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ശേഖരിക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ മരടിയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്. അത് കമ്പാർട്ട്മെൻറ്റ് 1-ലായിരുന്നു വരുന്നത്. അതിപ്പം ബ്ലോക്ക് ചെയ്ത് 2-ലേക്ക് മാറ്റണം. ഉപരിതലത്തിൽ ഇൻ്റർ കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻ്റർ കണക്ഷൻ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലെല്ലാം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും അവിടെ തന്നെ ഇതിൻ്റെ ഒരു പ്രതലം 2 പ്രതലത്തിലും വെള്ളം ഉണ്ടായിരുന്നു. ഇത് 2 കമ്പാർട്ട്മെൻറ്റ് ഇടുന്ന സമയത്ത് ഒന്ന് ഒഴിവാക്കപ്പെട്ട സമയത്ത് പ്രഷർ മാനേജ്മെൻറ്റ് ഇതിൻ്റെ ഭിത്തിയെ എങ്ങനെ ബാധിക്കും അത് പഠിക്കുന്നതിനുള്ള റിപ്പോർട്ട് വരുന്നതിനോടൊപ്പം തന്നെ ഒരു സൈഡ് മണൽച്ചാക്കിട്ട് സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് പമ്പിങ് ആരംഭിക്കുന്നതിനുള്ള സൗകര്യം ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്നതിനുള്ള സ്ഥിതിവിശേഷവും നോക്കും. അങ്ങനെയാണെങ്കിലും പ്രഷർ മാനേജ്മെൻറ്റ് അടിസ്ഥാനത്തിൽ ടൈലൻഡിലേക്ക് ചെല്ലുമ്പോൾ ചേരാനെല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടാകാനുള്ള സാധ്യത പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. അതിനൊരു പ്ലാൻ B ബേസിൽ എന്താണ് ചെയ്യാൻ കഴിയുന്ന വിഷയവും കൂടി ഇതിനോടനുബന്ധമായി തന്നെ നോക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കലാണ് ഇപ്പം എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞങ്ങളെ മീറ്റിങ്ങിന് ശേഷം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളെ കൂടി വിലയിരുത്തിയതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് പറയാനായിട്ട് കഴിയും. എന്തിൻ്റെ കാര്യത്തിലാണ്? നമ്മുടെ എല്ലാ സ്ട്രക്ചറുകളും ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറിഗേഷൻ സ്ട്രക്ചറുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ വാട്ടർ അതോറിറ്റിയുടെ പഴയ സ്ട്രക്ചറുകളൊക്കെ തന്നെയും 10, 50, 60 വർഷമൊക്കെ പഴക്കമുള്ളതാണ്. ഞാനിപ്പോൾ ഒരു സ്ട്രക്ചർ എഞ്ചിനീയറോട് സംസാരിച്ചു. സ്വാഭാവികമായിട്ട് 50 വർഷം വരെ ഇത്തരം കാര്യങ്ങൾക്കൊരു കുഴപ്പവും കണ്ടിട്ടില്ല. 50 കഴിഞ്ഞ് 60, 70 സ്ട്രക്ചറുകളും നിലനിർത്തിയിട്ടുണ്ട്. പ്രോപ്പർ മെയിൻ്റനൻസ് ആണെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ടാകേണ്ട സാധ്യതയില്ലെന്നാണ് എഞ്ചിനീയറിംഗ് ഞങ്ങളോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഈ കാര്യങ്ങൾ ഒന്ന് ജോയിൻ്റായി ഇൻസ്പെക്ഷൻ നടത്താനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗവും കുസാറ്റും അതോടൊപ്പം തന്നെ PWD ബിൽഡിംഗ് ഉൾപ്പെടുന്ന എഞ്ചിനീയറിംഗിനെ നിയോഗിച്ചുകൊണ്ട് ഒരു DPR പ്രോജക്റ്റ് അതിൻ്റെ പഠനവും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി തരാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അതിപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടല്ല. ഇതിപ്പം ഉണ്ടായത് കണ്ടില്ലേ, ഇത് താഴേക്ക് മണ്ണ് ഇരിക്കുകയത് ഇരുന്നപ്പം ഇതിൻ്റെ ഓരോ സ്ട്രക്ചറുകളും വ്യത്യസ്തമായിരുന്നു. ഒന്ന് ഇളകി അപ്പം തന്നെ ഉണ്ടായൊരു മാറ്റമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രോപ്പറായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ എല്ലായ്പ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട്, പരിശോധിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് മേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലേ, നമ്മളത് എത്രത്തോളം ചെയ്യും, അതായത് ഒരു ഇപ്പം നമ്മൾ കണക്കാക്കിയിരിക്കുന്നതനുസരിച്ച് 4 മണിക്കൂർ പമ്പിങ് രാവിലെ 3 തൊട്ട് രാവിലെ 7 വരെ കൊടുത്തിരുന്നു. വൈകുന്നേരം 3 തൊട്ട് 6 വരെ 3 മണിക്കൂർ കൊടുത്തു. അങ്ങനെ 7 മണിക്കൂർ കൊണ്ടാണ് ഇപ്പം നമ്മളിതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ ഒരു ടാങ്കിലേക്ക് ഒതുങ്ങുമ്പം പ്രഷർ മാനേജ്മെൻറ്റ് കറക്റ്റാകാൻ വേണ്ടി ഈ പമ്പിങ് ടൈം ലിമിറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സമയം 1-2 പ്രാവശ്യം എന്നുള്ളത് 3-4 പ്രാവശ്യമാക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് ടോട്ടൽ കപ്പാസിറ്റി വേരിയേഷൻ
കുറവ് വരാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയാണ് നോക്കുന്നത്. എങ്കിലും പ്രഷർ മാനേജ്മെൻറ്റ് ബേസിൽ ഇപ്പോൾ 4 അവർ പമ്പിങ് ഉള്ളിടത്ത് 2 അവറേ ഉള്ളെങ്കിൽ ടെയിലിൻ്റിലേക്ക് ചെല്ലുന്നതിൻ്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അത് എത്രയെന്ന് ട്രയൽ റൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അതിന് ഓൾട്ടർനേഷൻ ഉണ്ടാക്കാനായിട്ടാണ് എന്ത് ക്രമീകരണം വേണമെന്നുള്ളതിനെക്കുറിച്ചൊരു മീറ്റിംഗ് എടുത്ത് ആലോചിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എവിടേക്കാണ് വെള്ളം മുടങ്ങാൻ സാധ്യത? അല്ല, വെള്ളം മുടങ്ങുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇപ്പോൾ ഈ ചേര നെല്ലൂർ ഉൾപ്പെടുന്ന താഴേക്കുള്ള പ്രദേശങ്ങളിലാണ് ഇത് കാണുന്നത്. ഇപ്പം നമ്മുടെ അതെ, അതിപ്പോൾ ഇപ്പോഴത്തെ ഒരു പരിശോധനയ്ക്ക് ശേഷം പറയുന്നതായിരിക്കുമല്ലോ കുറേ കൂടെ നല്ലത്. കൂടുതൽ ടാങ്കറുകൾ ഉപയോഗിച്ച് കുടിവെള്ളം വേണ്ടി വരും. അതെങ്ങനെ വേണമെന്നുള്ളത് പ്ലാൻ ബി ആയി നമ്മളതിനെക്കുറിച്ച് ഇന്ന് മീറ്റിംഗ് കൂടുമ്പം അത് അങ്ങോട്ട് വിലയിരുത്തപ്പെടും. എവിടം വരെ വെള്ളം എത്തിയില്ലെങ്കിൽ എന്താണ് സ്ഥിതി, ആ കാര്യങ്ങളും കൂടി ഇന്ന് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. നാളെ രാവിലെ വാട്ടർ അതോറിറ്റിയുടെ ജോയിൻറ്റ് MD സ്ഥലത്ത് വന്ന് ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ മോട്ടോർ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനം എടുത്തിട്ടുണ്ട്.